തന്നെയാ ഞാൻ പറയായിരുന്നു, നീ എന്നെ വിളിച്ചു വെച്ച് അമ്മ ബ്രാൻഡ് അംബാസഡർ ആയിക്കോന്ന് പറയും. അല്ല, എന്നോട് അവിടെ വന്നവര് ചോദിച്ചതാ, ഈ സ്കൈലൈനിൽ തന്നെ പോയി വാങ്ങിക്കുന്നത് ബ്രാൻഡ് അംബാസഡർ ആണോ? ഞാൻ വത്സ ജേക്കബ്, ജേക്കബ് ചെറിയാൻ്റെ വൈഫാണ്. ജേക്കബ് ചെറിയാന് ശരിക്കും സ്കൈലൈനുമായിട്ടുള്ള ആ ബന്ധം തുടർന്നും ഇപ്പം ഞാൻ ആയിട്ട് തുടങ്ങി വെച്ച ബന്ധം ഞാൻ ഈ വിങ്സിൽ കൂടെ ഞാൻ തനിയെ ബുക്ക് ചെയ്ത് പൂർത്തിയാക്കിയതാണ്. കാരണം 2 പ്രോജക്റ്റും ജേക്കബ് തന്നെ ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ ഞാൻ തനിയെ ചെയ്യുമ്പോഴും റിസ്ക് എടുക്കാനുള്ള എനിക്ക് വേറെ ഒരിടത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം സ്കൈലൈന് എനിക്ക് അത്ര ട്രസ്റ്റും അവരുടെ ഹാൻഡിങ് ഓവറും അവരുടെ ക്വാളിറ്റിയും എല്ലാത്തിലും, കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ഞാൻ സ്കൈലൈനിലാണ് താമസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കൈലൈൻ തന്നെ ഇവിടെ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് തന്നെ പോകുന്ന, റിസ്ക് ഇല്ലാത്ത ഒഴിവാകാൻ. 1996 ഞങ്ങൾക്ക് സ്കൈലൈൻ മാർബിൾ ആർച്ചസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 2003 ഇവരുടെ സ്കൈലൈൻ എലിസിയം ഗാർഡൻ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളത് അതിൽ ബുക്ക് ചെയ്തു. 2006 ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. പക്ഷേ ശരിക്കും എനിക്കതൊരു ഹെവൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിലെ ഏറ്റവും നല്ലത് അവിടുത്തെ കമ്മ്യൂണിറ്റി. ആ 26 വില്ലാസിലും ഓരോരുത്തരും അത്ര പെർഫെക്റ്റ്, നല്ല ബിഹേവിയറുള്ള, നല്ല എഡ്യൂക്കേഷനുള്ള, അത്രയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കിട്ടുക എന്ന് പറയുന്നതിന് വലിയ കാര്യം. അതുകൂടാതെ ഇവരുടെ ആ കൺസ്ട്രക്ഷനും, വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ഫ്രഞ്ച് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നല്ലൊരു ഇതാണ്. ഹൈ റൂഫൊക്കെ കൊടുത്ത്, അന്നൊക്കെ ആദ്യം വന്ന പ്രൊജക്റ്റിലേക്ക് ഹൈ റൂഫാണെന്ന് എനിക്ക് തോന്നണത്. പിന്നെ അതൊക്കെ നല്ലൊരു ഇതാണ്. അവിടെ വരുന്ന ആൾക്കാരും പറയും, ഇത് ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ ഒരു ഹെവനിൽ കയറിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. ഇപ്പോഴും ഞാൻ അത് ഒരു തരത്തിലും ആ പ്രൊജക്റ്റ് ഞാൻ സെയിലാക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് കുട്ടികളൊക്കെ പിന്നെ വിദേശത്തും പല സ്ഥലത്താണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് 12 years ബാക്ക് മരിച്ചുപോയി. അപ്പോഴാണ് ഞാൻ കണ്ണൂർ എൻ്റെ സിബ്ലിങ്സ് ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് മാറാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിക്കൊന്നും തിങ്ക് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ ആദ്യം തന്നെ ഫോൺ എടുത്ത് വിളിച്ചത് സ്കൈലൈനെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോഴാണ് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഇവിടുന്ന് ഇവരുടെ മാർക്കറ്റിംഗ് മാനേജർ എന്നെ വിളിച്ചു. ഇവിടെ സ്കൈലൈൻ വിങ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സ്കൈലൈൻ വിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബീറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് വേറെ സ്കൈലൈൻ്റെ അല്ലാതെ തന്നെ വേറെ 2-3 പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് നല്ല പിന്നെ ശരിക്കും നല്ല ഒരു ബിൽഡേഴ്സ് തന്നെയാണ് അവരൊക്കെ. പക്ഷെ കമ്പയർഡ് ടു ദം പിന്നെ സ്കൈലൈൻ ഈസ് ദ ബെസ്റ്റ്. അന്നൊക്കെ എനിക്ക് അവിടെയൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവരുടെ ഹോം കെയർ എടുക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ഏജ്ഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം കിട്ടും. എനിക്ക് ഇനി ബില്ലുകൾ അടയ്ക്കാനോ ടാക്സ് അടയ്ക്കാനോ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. അത് സ്കൈലൈൻ്റെ ഹോം കെയറുകാർ നോക്കിക്കോളും. ഇനിയും കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അപ്പോൾ അതും അവർ ചെയ്തോളും. അങ്ങനെയുള്ള ഇവരുടെ ഒത്തിരി ഇതുണ്ട്. അതുപോലെ എന്തെങ്കിലും വർക്ക് നടക്കുമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷൻ, അങ്ങനെ ഇലക്ട്രിക്കൽ, അങ്ങനെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിലും അവർ ആളെ വിളിച്ച് എല്ലാം ചെയ്തു തരും. അപ്പോൾ അതൊരു ഏജ്ഡ് ആൾക്കാർക്ക് അത് നല്ലൊരു ഫെസിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴായിട്ടിപ്പോൾ ഈ സ്കൈലൈൻ വിങ്സിൻ്റെ പിന്നെ ഓരോന്നും നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴൊക്കെ സ്കൈലൈൻ ഇവിടെ ഒരു ട്രാൻസിറ്റ് ഹോം ഉള്ളത് കൊണ്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടത്. അത് എനിക്ക് വലിയൊരു, കാരണം ഞാൻ തനിയെ ഉള്ള ഒരാൾക്ക് വളരെ സേഫായിട്ട് സ്കൈലൈൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഞാനത് ഒത്തിരി പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ 2 പേര്, ഹസ്ബൻഡോ മക്കളോ അവരെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഹോട്ടലിൽ താമസിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ട്രാൻസിറ്റ് ഹോം വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. ഇപ്പം ട്രിവാൻഡ്രത്തോ കോട്ടയത്തോ അങ്ങനെ മെയിൻ സിറ്റീസിലൊക്കെ ഇവർക്ക് ട്രാൻസിറ്റ് ഹോംസ് ഉള്ളതുകൊണ്ട് എനിക്കതൊരു നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിലിറ്റി അനുസരിച്ച് അത് കിട്ടുകയും ചെയ്യും. അതും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ എലോണായിട്ട് പോകുന്നു വരുന്നു. അപ്പോൾ ഇത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം.
പ്രത്യേകിച്ച് ഇവർ കേട്ടോ ധന്യ വളരെ എപ്പം ഇതാണെങ്കിലും വളരെ ഇതായിട്ട് റെസ്പോണ്ട് ചെയ്ത്, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ ഒരു നേച്ചറും കൂടെ ആണത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവരെ വിളിക്കുമോ, എന്തെങ്കിലും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കെ അവർ ഇവിടെ നിന്നുള്ള സ്റ്റാഫ് വളരെ കൃത്യമായിട്ട് അതിനുള്ള ഫീഡ്ബാക്ക് തരും. നമുക്കതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ഒരു മെയിൽ അയക്കുകയോ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാലും നമുക്കതിന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. എനിക്കിതിനെ ഒരു ബേർഡനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും ഇത് അവിടെ വരുന്നവരെല്ലാവരും ഇതിൽ റീസെയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സ്കൈലൈൻ എൽസിയം ഗാർഡന് വരുമ്പോൾ. അതുപോലെ ഈ 2 പ്രോജക്റ്റിനും എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അതിൻ്റെ സെയിൽ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ സ്കൈലൈൻ എൽസിയം ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തത് എല്ലാം കൂടെ ഒരു 80 lakhs ആണെങ്കിൽ ഞാനിപ്പോൾ അത് 3.5 crores അത് സെയിലാക്കുന്നത്. കാരണം അവരാ ഇൻവെസ്റ്റ് ചെയ്ത ആ ഏരിയ, അവരുടെ കൺസ്ട്രക്ഷൻ ഈ 20 years ആയിട്ടും ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇതെല്ലാം നോക്കിയാണ് എനിക്ക് എൻ്റെ ബയർ എനിക്ക് പ്രൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോംബെ പോയി, അവിടുത്തെ എൻ്റെ മോള് താമസിക്കുന്ന അവിടുത്തെ നല്ല ലീഡിങ് ഞാൻ പേരെടുത്ത് പറയണില്ല, നല്ല ലീഡിങ് ബിൽഡേഴ്സിൻ്റെയാണ്. പക്ഷേ അത് ഏറ്റവും വലിയ ഇന്ത്യയിലെ പേര് കേട്ട ബിൽഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ കേരളത്തിലെ സ്കൈലൈൻ ഇത്രയും പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് കൊണ്ട് മാത്രമാണ്. പിന്നെ ടൈംലി ഡെലിവറി, പിന്നെ അവരുടെ ആ ട്രാൻസ്പെറൻറ്റ് ട്രാൻസാക്ഷൻ, ഇതെല്ലാം കൊണ്ട് മാത്രമാണ് സ്കൈലൈൻ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ താമസിച്ച 2 സ്ഥലത്തെയും ആൾക്കാർ എല്ലാം വളരെ നല്ല കമ്മ്യൂണിറ്റിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ആൾക്കാരെല്ലാവർക്കും, ഞാൻ ഇപ്പം എൽസിയം ഗാർഡനിൽ താമസിക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് പലപ്പോഴും ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ വരും. എൻ്റെ നെയ്ബേഴ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ താമസിക്കുന്നത് CJ ജോർജ്, ജിയോജിത്തിൻ്റെ MD, പിന്നെ ടൈം എന്ന് പറഞ്ഞ കോച്ചിങ് സെൻറ്റർ അങ്ങേരുടെ MD, വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, ഇവരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഒന്നും നോക്കി ഒരു കമ്പാരിറ്റീവ്ലി ഒരു വഴക്കോ വയ്യവേലി ഒന്നും ഉണ്ടാക്കാൻ ആർക്കും ടൈമില്ല. പിന്നെ 2-3 ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എല്ലാവരും 3-4 മറൈൻ എഞ്ചിനീയേഴ്സ്, എല്ലാവരും വെൽ ക്വാളിഫൈഡ് വെൽ സെറ്റിൽഡ് ആൾക്കാരുമാണ് അതിൻ്റെ അത്. ശരിക്കും ഞങ്ങൾ സ്കൈലൈനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സ്കൈലൈനിന് ഇവരുടെ ആദ്യത്തെ വില്ല പ്രൊജക്റ്റായ സ്പ്രിംഗ്ഫീൽഡ് കണ്ടതിന് ശേഷം, പിന്നെ അത് വാഴക്കാലയിലുള്ളതാണ്, അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ എൽസിയം ഗാർഡൻ ബുക്ക് ചെയ്യുന്നത്. അവരുടെ ഭംഗി കണ്ടിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കണ്ടും എൻ്റെ വില്ല കണ്ടും ഇവരുടെ പ്രൊജക്റ്റിൽ ബുക്ക് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. ലേറ്റസ്റ്റ് വണ്ണാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ നീസ് ഇപ്പോൾ സ്കൈലൈൻ ദ 1-ൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് ഹാൻഡിങ് ഓവർ ലാസ്റ്റ് വീക്കിലായിരുന്നു. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് ആൻറ്റി ഈ ഇവരുടെ കൺസ്ട്രക്ഷനും ഇവരുടെ. ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ണും അടച്ച് സ്കൈലൈനെ വിശ്വസിക്കാം, എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. അതുപോലെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല ബിൽഡേഴ്സായിട്ട് തോന്നുന്നതും അവരാണ്. 30 വർഷമായിട്ട് എൻ്റെ അഡ്രസ്സ് സ്കൈലൈൻ എന്നായിരുന്നു, ഇനിയും അത് തുടരുന്നു.